morning, students. നമുക്ക് ലിമിറ്റിലെ മറ്റൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. ചെക്ക് ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z by z bar whole square exists or not. ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയണം. അപ്പോൾ ലിമിറ്റ് ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് z ടെൻഡ്സ് ടു z not f of z is equal to l. z നോട്ടിലോട്ടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യണം? ഒരു യൂണീക്ക് വാല്യൂയിലേക്ക്, യൂണീക്ക് വാല്യൂ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോ ഇവിടെ നമ്മള് ലിമിറ്റ് z ടെൻഡ്സ് ടു, ഇവിടെ z നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 0. z 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ z by z ബാർ, z എന്ന് പറഞ്ഞാൽ എന്താണ്? x plus iy. z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? x minus iy the whole square. ഇനി നമ്മൾ പാത്ത് ചൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പാത്ത് ഇതാണ്. y is equal to mx ചൂസ് ചെയ്യുന്നു. അങ്ങനെ y is equal to mx ചൂസ് ചെയ്യുമ്പോൾ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 x plus i into mx by x minus i into mx. x tends to 0 എന്ന് പറഞ്ഞാൽ x tends to 0, y tends to 0. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള x ക്യാൻസൽ, ഇവിടെ ഹോൾ സ്ക്വയർ ആണ്, ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള x സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? z tends to 0, 1 plus im the whole square by 1 minus im the whole square. അപ്പോൾ നോക്കിയേ, നമുക്ക് കിട്ടുന്ന ആൻസർ 1 plus im the whole square by 1 minus im the whole square. x സ്ക്വയർ ക്യാൻസൽ ആകും. ഇവിടെ x സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട്, x സ്ക്വയർ x ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 1 plus im whole square by 1 minus im whole square ആണ്. m ന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. therefore limit depends upon the value of m ന്റെ വാല്യൂവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? therefore our conclusion is limit does not exist. limit ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഇവിടെ കിട്ടുന്നത്. ലിമിറ്റ് does not exist. ലിമിറ്റ് ഡിപെൻഡ്സ് upon value of m. കാരണം m ന്റെ വാല്യൂ ഇവിടെ 1 plus im by 1 minus im whole square ആണ്. m ന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് പുതിയ ലിമിറ്റുകൾ ഉണ്ടായിക്കൊണ്ട് പുതിയ എല്ലുകൾ കിട്ടും. അപ്പോൾ ആ വാല്യൂ യൂണീക്ക് അല്ല. യൂണീക്ക് അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയും ഈ ഫംഗ്ഷൻ z by z bar whole square ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. എല്ലാവരും എഴുതിയിരിക്കാം കേട്ടോ.